വരനെ വേണ്ടിയേ വേണ്ട, വിവാഹമേ വേണ്ടേ വേണ്ട, ഇങ്ങനെയൊരു കാലം വരുമോ? യുവതികൾ ഇങ്ങനെ പറയുന്ന ഒരു കാലം വരുമോ? പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ പ്രൊഫസർ ഡോക്ടർ അഡ്വക്കേറ്റ് ജോസ് ടി ജോസഫ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കറിയാം, ഇന്ന് പരിപാവനമായ പവിത്രമായ വിവാഹബന്ധത്തെ കമ്പോളത്തിലെ വിൽപ്പനച്ചരക്കാക്കി മാറ്റുന്ന ഒരു കാലം ആയിക്കൊണ്ടേയിരിക്കുന്നു. അഭ്യസ്തവിസ്തരും വിദ്യാസമ്പന്നരും പരിഷ്കൃതരുമായ ആധുനിക സമൂഹത്തിലാണ് ഇങ്ങനെ കാണുന്നത് എന്ന് ഓർക്കണം. ഇത് നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. ഇന്ത്യയിലും സാക്ഷരത വളരെയധികം ഉണ്ട് എന്ന് പറയുന്ന കേരളത്തിലും സ്ത്രീധനത്തിന് വേണ്ടിയുള്ള വിലപേശൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. സ്ത്രീധനത്തിന്റെ ചരിത്രം നോക്കിയാൽ നമുക്കറിയാം, അതിപുരാതന ഗ്രീസ് സംസ്കാരത്തിൽ ഇത് ഉണ്ടായിരുന്നു. എന്നാൽ പുരുഷൻ സ്ത്രീക്ക് കൊടുക്കുന്ന ധനമായിരുന്നു അന്ന് സ്ത്രീധനത്തിന് പകരം ഉണ്ടായിരുന്നത്. അതായത് സ്ത്രീകൾ ധനമായിട്ട് പുരുഷന് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പ്രാചീന ഇന്ത്യയിലെ കഥയും ഇങ്ങനെ തന്നെയാണ്. പ്രാചീന ഇന്ത്യയിലും മധ്യകാല ഇന്ത്യയിലും ആധുനിക ഇന്ത്യയിലും വ്യത്യസ്തമാണ്. പ്രാചീന ഇന്ത്യയിൽ ചരിത്രകാരന്മാർ പരാമർശിച്ചിട്ടുള്ളത് ഇന്ന് നാം കാണുന്ന പോലെ സ്ത്രീധനം ഇല്ലേ ഇല്ല എന്നുള്ള കാഴ്ചപ്പാട് ആയിരുന്നു. വിദേശ സഞ്ചാരികളും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മധ്യകാലഘട്ടത്തില് രീതി വ്യത്യസ്തമായിരുന്നു. ഉന്നത കുലത്തിൽ ജനിച്ചവരെ തേടിപ്പിടിക്കുന്നതിന് വേണ്ടി സ്ത്രീയുടെ ഉടമക്കാർ ശ്രമിച്ചിട്ടുള്ളതായിട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആധുനിക കാലത്ത് അവസ്ഥ നമുക്ക് അറിയാം. ഇന്ത്യയിലെയും കേരളത്തിലെയും അവസ്ഥ നമുക്കറിയാം. സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ വിശകലനം നമുക്കൊന്ന് നോക്കാം. സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണ നിരീക്ഷണ പഠനങ്ങൾ കാണിക്കുന്നു, പെൺകുട്ടികൾ ജനിക്കുമ്പോൾ മുതൽക്ക് തന്നെ മാതാപിതാക്കൾ പൊന്നും പണവും സ്വരൂപിച്ചുകൊണ്ടേയിരിക്കുന്നു. സമൂഹത്തില് ഉന്നത ശ്രേഷ്ഠരായിട്ടുള്ള ആഢ്യത്വമുള്ള ഭർത്താക്കന്മാരെ കിട്ടുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്കറിയാം, സമൂഹത്തിന്റെ ഘടന, രൂപം, ഭാവം എന്ന് മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വിദ്യാസമ്പന്നരായിട്ടുള്ള യുവാക്കന്മാർ പോലും സ്ത്രീധനം കിട്ടുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. നമുക്കിനി സ്ത്രീധന നിരോധനത്തെ പറ്റിയുള്ള നിയമങ്ങളിലേക്ക് പോകാം. 1961 സ്ത്രീധന നിരോധന നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. സ്ത്രീധനം ചോദിക്കുന്നതും വാങ്ങിക്കുന്നതും കുറ്റകരമാണ്. ഇത് കുറ്റകരമാണെന്നുള്ളതിന് നിരവധി വകുപ്പുകൾ സ്ത്രീധന നിരോധന നിയമത്തിലുണ്ട്. സ്ത്രീധന നിരോധന നിയമത്തിൽ ഉണ്ട്. ഏതെങ്കിലും രീതിയിൽ സ്ത്രീധനത്തിന് വേണ്ടി ഉടമ്പടിയിൽ എത്തിച്ചേർന്നാൽ ആ ഉടമ്പടി അസാധുവായിരിക്കും. വോയിഡ് അബ് ഇനിഷ്യോ, ആരംഭത്തിൽ തന്നെ ശൂന്യവും നിരർത്ഥകവുമായിരിക്കും. കൂടാതെ സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ അത് കുറ്റകരമാണ്. സ്ത്രീധനം കൊടുക്കുവാൻ ശ്രമിച്ചാൽ അത് കുറ്റകരമാണ്. എന്നാൽ നിർഭാഗ്യമെന്ന് കരുതട്ടെ, 1961 സ്ത്രീധന നിരോധന നിയമം വളരെയധികം കാര്യക്ഷമമായിരുന്നില്ല. അതിന് വളരെയധികം ലൂപ്പ് ഹോൾസുകൾ അഥവാ പഴുതുകൾ ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് 1985 പല ഭേദഗതികളും നടത്തി. കൂടാതെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീധനം നിരോധിക്കുന്നതിന് വേണ്ടി പല വകുപ്പുകളുമുണ്ട്. ഉദാഹരണത്തിന് സെക്ഷൻ 304B അനുസരിച്ച് സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ അത് ക്രിമിനൽ നടപടി നിയമം അനുസരിച്ച് കുറ്റകരമാണ്. അതോടൊപ്പം തന്നെ 498A ഇതും കുറ്റകരമാണ്. അതായത് പുരുഷന്റെ കുടുംബക്കാരോ സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ അത് കുറ്റകരമാണ്.
306 വകുപ്പ് ശ്രദ്ധിക്കേണ്ടതാണ്. 306 വകുപ്പ് പറയുന്നത് ഇങ്ങനെയാണ്: ആത്മഹത്യക്കുള്ള പ്രേരണ. ഇന്ന് നമുക്കറിയാം ആത്മഹത്യക്കുള്ള പ്രേരണ വളരെയധികമുണ്ട്. നിരാലംബരായ നിസ്സഹായരായ യുവതികൾ ഭർത്താവിന്റെ വീടിന്റെ 4 ചുവരുകളിലും പല രീതിയിലും മരിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചാൽ 10 വർഷത്തെ കഠിന തടവാണ്. ഈ നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്നത്തെ അവസ്ഥ എന്നാണ് നമുക്കറിയാം. ഇന്ത്യൻ ഭരണഘടന സ്ത്രീക്കും പുരുഷനും ഒരേപോലെ അവകാശം നൽകുന്നുണ്ട്. കൂടാതെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉണ്ട്, ഗാർഹിക പീഡന നിയമം ഉണ്ട്, ഡവറി പ്രൊഹിബിഷൻ ഓഫീസേഴ്സ് ഉണ്ട്, ഡവറി പ്രൊഹിബിഷൻ ഡേ ഉണ്ട്. ഇതെല്ലാം തന്നെ സ്ത്രീധന നിരോധനത്തിന് വേണ്ടിയുള്ളതാണ്. എന്നാൽ പ്രയോഗത്തിൽ എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയാം. ഈ എല്ലാ നിയമങ്ങളും പ്രവർത്തനത്തിലെ കാര്യക്ഷമമാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ മാധ്യമങ്ങളിൽ സ്ത്രീധന പീഡനങ്ങളെ പറ്റിയുള്ള വാർത്തകൾ നിരന്തരം നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇതൊരു പക്ഷേ ഗുണകരമായിട്ട് വരുന്നുണ്ട്. പണ്ട് കാലത്ത് പഠിച്ചു നിന്ന യുവതികളുടെ കുടുംബം ഇന്ന് സ്ത്രീധന പീഡനം ഉണ്ടായാൽ അതിനെതിരെ നിയമപരമായി പ്രതികരിക്കുവാൻ തയ്യാറായിരിക്കുന്നു. ഉദാഹരണത്തിന് വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു ഹൈസ്കൂൾ മുതൽ ഭാരതീയ പദ്ധതിയിൽ സ്ത്രീധന നിരോധന നിയമം തുടങ്ങിയവ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമുണ്ട് എന്ന് പറയുന്നു. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ചെറിയ സ്ഥിതി വിവരക്കണക്കിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്ത്യയിൽ 1985 മുതൽ 2019 വരെയുള്ള പഠനങ്ങൾ നടത്തി. വസ്തുത ഇതായിരുന്നു: സ്ത്രീധന പീഡനവും സ്ത്രീധന മരണങ്ങളും കൂടുതലാണ്. ഒരു കാര്യം എടുത്തു പറഞ്ഞാൽ 2019 ഇന്ത്യയിൽ 7500 സ്ത്രീധന മരണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ ഓർക്കുക, പരമ്പരാഗത സമൂഹം എന്ന് പറയുന്ന വിദ്യാസമ്പന്നരല്ലെന്ന് പറയുന്ന ഗോത്രവർഗക്കാരുടെ ഇടയിൽ അന്നും ഇന്നും സ്ത്രീധന സമ്പ്രദായം ഇല്ല. മറിച്ച് വിദ്യാസമ്പന്നരായ ആധുനിക സമൂഹമെന്ന് പറയുന്ന നമ്മളുടെ ഈ സമൂഹത്തിൽ സ്ത്രീധന സമ്പ്രദായം ഉണ്ട്. അമേരിക്കയിൽ 1992 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഗാരിസസ് ബെക്കർ വികസിത രാജ്യങ്ങളിലെയും വികസ്വര രാജ്യങ്ങളിലെയും സ്ത്രീകളുടെ സമത്വത്തെ പറ്റി, സ്ത്രീകളുടെ പരിരക്ഷയെ പറ്റി, സ്ത്രീകളുടെ സമഗ്രമായ വിമോചനത്തെ പറ്റി പഠനം നടത്തുകയുണ്ടായി. നിഗമനങ്ങൾ ഇതായിരുന്നു: അവിടെ സ്ത്രീധനം സമ്പ്രദായം ഇല്ലേയില്ല. കാരണം യുവതികൾക്ക് സ്വയം പര്യാപ്തതയുണ്ട്, അവർക്ക് ജോലിയുണ്ട്, അവർ സാമ്പത്തികമായി സ്വയം പര്യാപ്തമാണ്, വിദ്യാഭ്യാസം വളരെയധികമുണ്ട്. ഇവിടെ ചരിത്രം പറയുന്നു പുരുഷാധിപത്യ സമൂഹമായിരുന്നു ഒരു കാലത്ത്. പുരുഷാധിപത്യ സമൂഹത്തിൽ നമുക്കറിയാം പുരുഷ മേധാവിത്വമാണ് ഉണ്ടായിട്ടുള്ളത്. ആസികരകം മാറി ആധുനിക കാലം, സാങ്കേതിക വിദ്യ ഉണ്ടായപ്പോൾ സ്ത്രീകൾ വീട്ടിൽ മാത്രം ഒതുക്കിക്കൂടി. എന്നാൽ കാലം മാറി. ഇന്ന് സ്ത്രീകളും പുരുഷന്മാരെ പോലെ തന്നെ ജോലി ചെയ്യുന്നു. ഇവിടെ കമ്പോളത്തിലെ പോലെ സ്ത്രീയുടെ ആത്മാഭിമാനം പണയപ്പെടുത്തിയാൽ, വിച്ചഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കേണ്ടത് സമൂഹ മനസ്സാക്ഷിയാണ്. യുവാക്കൾ പ്രതിജ്ഞ എടുക്കേണ്ടത് ആവശ്യമാണ്. ഞങ്ങൾ സ്ത്രീധനമാകില്ല. ഇന്ന് ഗവൺമെന്റ് ജോലി ലഭിക്കണമെങ്കിൽ സ്ത്രീധനം വാങ്ങിയിട്ടില്ല, വാങ്ങത്തില്ല എന്ന് സാക്ഷ്യപത്രം നൽകണം. വരൻ മാത്രമല്ല, വരന്റെ പിതാവും മാതാവും രേഖപ്പെടുത്തണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്ത്രീധന പീഡന കഥകൾ കേട്ടുകൊണ്ടേയിരിക്കും. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളുടെ ഈ സമൂഹത്തില് സ്ത്രീധനത്തെ പറ്റിയുള്ള
പീഡനങ്ങൾ നമുക്ക് കുറയ്ക്കേണ്ടത് ആവശ്യമല്ലേ? വരമേ വേണ്ട, വിവാഹമേ വേണ്ട എന്തോ നമ്മുടെ യുവതികളെ കുറിച്ച് പറയിക്കാൻ ഇടവരുത്തരുത്. നിതാന്ത ജാഗ്രത നമുക്ക് പുലർത്താം. നന്ദി, നമസ്കാരം.